ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഞ്ചറിങ് 3 ദ ഡെവിൾ മെയ്ഡ് മീ ടു ഡു ഇറ്റ് എന്ന സിനിമയുടെ കഥയുമായിട്ടാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ കഥയിലേക്ക് തന്നെ അങ്ങ് പോയേക്കാം. കഥ ആരംഭിക്കുന്നത് 1981 ഗ്ലാഡ്സെൽ ഫാമിലിയിലെ ഡേവിഡ് എന്ന 8 വയസ്സുകാരൻ പയ്യന് പ്രേതബാധയുണ്ടായതിനെ തുടർന്ന് എഡും ലോറിനും എക്സോർസിസം ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി അസിസ്റ്റന്റിനോടൊപ്പം ഡേവിഡിന്റെ വീട്ടിലെത്തുന്നു. ഡേവിഡിനായി അവർ പ്രേ ചെയ്തുകൊണ്ട് ഫാദർ ഗോർഡനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ എക്സോർസിസം ചെയ്യുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം അല്പനേരം റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് ഡേവിഡിനെ കൊണ്ടുപോയി കിടത്താൻ എഡ് പാരൻസിനോടായി പറയുന്നു. അപ്പോൾ ആർണി അവനെയും എടുത്ത് ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നു. ഡേവിഡിന്റെ സഹോദരി ഡെബിയുടെ കാമുകനാണ് ഈ ആർണി. അവന് ഡേവിഡിനെ ഭയങ്കര കാര്യമാണ്. ഡേവിഡിനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയതിനു ശേഷം ആർണി അവനോട് പേടിക്കണ്ട, ധൈര്യമായിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മനോധൈര്യം കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഡേവിഡ് ചോദിക്കും, എന്റെ ചേച്ചിയെ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് എന്ന്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം, നീ ഇപ്പോൾ ഉറങ്ങിക്കോളൂ എന്ന് ആർണി പറയുന്നു. അപ്പോഴേക്കും ഫാദർ ഗോർഡൻ ആ വീടിന് മുന്നിലെത്തിയിരുന്നു. അയാളെ കണ്ടതുകൊണ്ടാവണം ആർണി താഴേക്ക് പോകുന്നു. ഒറ്റയ്ക്ക് കിടക്കിയിരുന്ന ഡേവിഡ് കതകിന് ആരോ അടിക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്നു. പിന്നീട് ആ ശബ്ദം വളരെ ഒച്ചത്തിലായപ്പോൾ അത് കേട്ട് ഡേവിഡ് ആകെ പേടിച്ചുപോയി. ഉടനെ തന്നെ അവൻ ഓടിപ്പോയി ബാത്റൂമിൽ കയറി വാതിലടിക്കുന്നു. പക്ഷെ ആ വാതിലും ആരോ പിടിച്ചു കുലുക്കുന്നതായി കണ്ട് ഡേവിഡ് പേടിച്ചു വിറച്ച് ബാത്ടബിൽ കയറി ഒളിക്കുന്നു. പേടിച്ചിരിക്കുന്ന ഡേവിഡ് ബാത്ടബിന് മുകളിലായി ആരുടെയോ കൈകൾ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചിരുന്നു പോയി. പെട്ടെന്ന് ടാപ്പ് ഓണാവുകയും രക്തം ഡേവിഡിന് മുകളിലേക്ക് ഒഴുകാനും തുടങ്ങി. നിലവിളി കേട്ട് എല്ലാവരും ഡേവിഡിന്റെ മുറിയിലേക്ക് ഓടിയെത്തി. കുളിമുറിയുടെ വാതിൽ തല്ലിപ്പൊളിച്ച് ഡേവിഡിന്റെ അച്ഛൻ അകത്ത് കയറി. അവനെ സമാധാനിപ്പിക്കാൻ ചെന്ന അച്ഛനെ കണ്ടതും എഡ് അവനെ പിടിച്ചു മാറ്റി ഫാദറിനോട് എക്സോർസിസം ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറയുന്നു. ശേഷം എഡ് ഡേവിഡിനെയും എടുത്ത് താഴെ കൊടുന്നു. അതിനിടയിൽ ഡേവിഡ് ചുമരിലൊക്കെ മാന്തി പൊളിച്ചുകൊണ്ടേയിരുന്നു. എഡിന്റെ അസിസ്റ്റന്റ് ആവട്ടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ഡേവിഡിനെ മേശയിൽ കിടത്തി അവന്റെ കൈയും കാലും പിടിച്ചു വയ്ക്കുന്നു. ഫാദർ ഗോർഡൻ എക്സോർസിസം സ്റ്റാർട്ട് ചെയ്തു. പ്രേ ചെയ്യാൻ തുടങ്ങി. ഡേവിഡിന്റെ വായിൽ നിന്ന് നുരയും പതയും പുറത്തു വരാൻ തുടങ്ങി. പെട്ടെന്ന് ലോറിന് ആരോ ദുർമന്ത്രവാദം ചെയ്യുന്ന വിഷ്വൽസ് ഫീൽ ചെയ്യുന്നു. ഫാദർ ഹോളി വാട്ടർ ഡേവിഡിന്റെ ശരീരത്തിലേക്ക് തളിക്കുന്നു. ഉടനെ അവന്റെ മുഖം വികൃതമാവാൻ തുടങ്ങി. ആ മുറിയിലുണ്ടായിരുന്ന വസ്തുക്കൾ വായുവിലൂടെ പറക്കാൻ തുടങ്ങി. അതിലൊരു പാത്രം ഫാദർ ഗോഡിന്റെ തലയിലിടിക്കുകയും അദ്ദേഹം അബോധാവസ്ഥയിലാകുകയും ചെയ്തു. ഭയങ്കരമായ കാറ്റ് ആ മുറിയിൽ ഒട്ടാകെ പരക്കാൻ തുടങ്ങി. ഉടനെ തന്നെ എഡ് ബൈബിൾ എടുത്ത് പ്രേ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഡേവിഡിന്റെ ശരീരം ഒടിഞ്ഞു വളഞ്ഞു നുറുങ്ങി ബാബാരാംദേവിന്റെ യോഗ പോലെയാവാൻ തുടങ്ങി. ആർണിക്ക് ഇത് കണ്ട് സഹിക്കാൻ സാധിച്ചില്ല. അവൻ ആ പ്രേതത്തിനോടായി ഡേവിഡിനെ വെറുതെ വിടാൻ അപേക്ഷിക്കുന്നു. ആർണി അതിനോട് സംസാരിക്കരുത് എന്ന് എഡ് ആർണിയോടായി പറയുന്നു. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ ആർണി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഡേവിഡ് ഒരു ചെറിയ കുട്ടിയാണ്, അവനെ വെറുതെ വിട്, നീ ഒരു ഭീരു അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വാ. അത് പറഞ്ഞു തീർന്നതും ഡേവിഡ് ഡെബിയെയും ആർണിയെയും ചവിട്ടി തെറിപ്പിക്കുന്നു. എന്നിട്ട് എഡിന്റെ മേലേക്ക് ചാടി കയറി നെഞ്ചിനിട്ട് ഇടിക്കുന്നു. നിന്റെ ഹൃദയമെടുപ്പ് ഞാൻ നിർത്തിക്കുമള പന്ന കിഴവ എന്ന് ആക്രോശിക്കുന്നു. എഡിനെ രക്ഷിക്കാൻ വന്ന ലോറിന് വീണ്ടും ദുർമന്ത്രവാദത്തിന്റെ വിഷ്വൽസ് വരാൻ തുടങ്ങി. എഡിന്റെ മേൽ നിന്നും ആർണി ഡേവിഡിനെ പിടിച്ചു മാറ്റി അവന്റെ കണ്ണിൽ നോക്കി ആ ആത്മാവിനോടായി സംസാരിക്കുന്നു. ഡേവിഡിനെ വിട്ടേക്ക്, അവൻ ചെറിയ പയ്യനാണ്, എന്നെ എടുത്തോളൂ എന്ന് ആർണി ആ ആത്മാവിനോടായി പറയുന്നു. ഉടനെ തന്നെ ആ ദുരാത്മാവ് ആർണിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. എഡ് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഡേവിഡ് അതിശക്തമായാണ് അയാളുടെ നെഞ്ചിലടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു. ആർണിയിൽ ആത്മാവ് പ്രവേശിച്ചതോടെ ആ അന്തരീക്ഷം ശാന്തമാവാൻ തുടങ്ങി. മറ്റെല്ലാവരും വിചാരിച്ചത് ആത്മാവ് ഇവിടെ നിന്നും ഒഴിഞ്ഞുപോയി എന്നാണ്. ഈ നടന്ന സംഭവങ്ങളെല്ലാം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അവിടെ സിനിമയുടെ പേര് കാണിച്ചുകൊണ്ട് സിനിമ ആരംഭിക്കുന്നു. അതിനുശേഷം ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. എഡിനെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഡോക്ടർ വന്ന് എഡിന് ഒരു സീരിയസ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നും അദ്ദേഹത്തിന് സർജറി നടത്തേണ്ട ആവശ്യമുണ്ട് എന്നും അറിയിക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. തുടർന്ന് ആർണിയെയാണ് നമ്മൾ കാണുന്നത്. സുഖമായിട്ട് ഉറങ്ങുകയാണ് അവൻ. പക്ഷെ ഇന്നലെ രാത്രിയിൽ നടന്ന ആ സംഭവങ്ങളുടെയൊക്കെ ഒരു ചെറിയ ശബ്ദ കോലാഹലങ്ങളൊക്കെ അവന് ഉറക്കത്തിൽ കേൾക്കുന്നുണ്ട്. അത് കേട്ടതോടെ അവൻ ഞെട്ടി ഉണരുന്നു. ആർണി ഉണർന്നപ്പോഴേക്കും ഡെബി അങ്ങോട്ടേക്ക് വരുന്നു. നമ്മുടെ ഡേവിഡിന്റെ ചേച്ചി. ആർണിയും ഡെബിയും ലിവിങ് ടുഗദർ ആയിട്ടാണ് ജീവിക്കുന്നത്. സോ രാവിലെ തന്നെ പല്ലുപോലും തേക്കാതെ അവർ കുറച്ച് ലവ് മേക്കിംഗ് ഒക്കെ നടത്തുന്നു. ചെറുതായിട്ട്, കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട സിനിമ കാണുമ്പോൾ കേട്ടോ. അവർ താമസിക്കുന്ന വീടിന്റെ നേരെ താഴെ തന്നെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. അവിടെയാണ് ഇരുവരും ജോലി ചെയ്യുന്നത്. അതിനുശേഷം ആർണിയും ഡെബിയും ഡേവിഡിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ആർണി ഡേവിഡിനോടൊപ്പം വളരെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ആർണി മീറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. അവ മീറ്റും എടുത്ത് തിരിച്ചു വരുമ്പോൾ
അവൻ പോയിട്ട് അതെന്താണെന്ന് നോക്കുന്നു. അവനെയും നമ്മളെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറും എലി. പക്ഷെ ആർണി ആ ഓടിപ്പോയ എലിയുടെ പിന്നാലെ പോകുന്നു. ആ വീടിനകത്തുണ്ടായിരുന്ന ഒരു പൊത്തിലേക്ക് എലി കയറിപ്പോകുന്നത് ആർണി കാണുന്നു. ചേടാ ഇതെന്താപ്പാ ഈ ഒരു തുള എന്നും പറഞ്ഞിട്ട് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒറ്റ കണ്ണിട്ട് നോക്കുന്നു. പക്ഷെ അവനൊന്നും കാണാൻ പറ്റിയില്ല. എവിടെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നിൽക്കുന്നു. പേടിച്ചു വരച്ചുപോയി പാവം. അടുത്തൊരു ദിവസം ആർണി മരത്തിന് മുകളിൽ കയറിയിട്ട് ആ മരം മുറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും ആ വുഡ് കട്ടർ മെഷീൻ ഓണാകുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരോ ജനലിലൂടെ ആർണിയെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. പെട്ടെന്ന് ആർണിക്കും തന്നെ ആരോ നോക്കുന്നതായിട്ട് തോന്നുന്നു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. തോന്നിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൻ ജോലി തുടരാൻ നോക്കിയപ്പോൾ താഴെ ഉണ്ടായിരുന്നവൻ ആർണിയെ 4 ചീത്തയും പറഞ്ഞു. പക്ഷെ ആർണിക്ക് ഒന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ എന്താ സംഭവിച്ചതെന്നറിയാതെ പേടിച്ചു വരച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ ആർണി അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ ഡെബി വർക്ക് ചെയ്യുന്ന പെറ്റ് ഷോപ്പിന്റെ ഓണർ ആർണിയെയും കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നു. വാ നമുക്ക് വീറടിക്കാന്ന് പറഞ്ഞിട്ട് ഡെബിയും കൂടെയുണ്ട്. ആ ഓണർ ആവട്ടെ പാട്ടൊക്കെ ഭയങ്കര ഒച്ചത്തിൽ വെച്ചിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർണി ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ കിളിപോയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം ഹോസ്പിറ്റലിൽ എഡിന് ബോധം വരുന്നു. അവൻ ആദ്യം തന്നെ ലോറിനോട് പറഞ്ഞത് ആ ആത്മാവ് പോയിട്ടില്ല എന്നും അത് ആർണിയുടെ ശരീരത്തിലാണുള്ളത് എന്നുമാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് എഡ് പറയുന്നു. ഉടനെ ലോറിൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർണിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു. പക്ഷെ അവിടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഇങ്ങനെ ഓൺ ആയി കിടക്കല്ലേ എന്ന് ആരും ഈ ഫോണിന്റെ റിങ് കേൾക്കുന്നില്ല. അതിനുശേഷം ലോറിൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇന്ന് അഡ്രസ്സിലേക്ക് പോകണം, അവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ് എന്ന് അറിയിക്കുന്നു. ഇതേസമയം ആർണിയുടെ വീട്ടിൽ അയാൾ ആർണിയെ ഡാൻസ് കളിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ഡെബി അയാളുടെ കൂടെ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആർണി ഇത് കാണുമ്പോൾ അവൻ ചിന്തിക്കുന്നത് മറ്റൊന്നായിരുന്നു. ആ ഷോപ്പ് ഓർണർ നമ്മുടെ ഡെബിയോട് എന്തോ അപമര്യാദയായി പെരുമാറുന്നതായിട്ടാണ് ആർണിക്ക് തോന്നുന്നത്. ഉടനെ തന്നെ ആർണി ഡെബിയെയും കൂട്ടി അടുത്ത മുറികളിലേക്ക് ഓടാൻ തുടങ്ങി. ഡെബിയായിട്ട് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ആർണി മറുപടിയൊന്നും പറയുന്നില്ല. പെട്ടെന്ന് അവിടെ മുഴുവൻ ഇരുട്ട് വ്യാപിക്കുകയും ജനലിലൂടെ ചുവന്ന വെളിച്ചവും ഇരുട്ടും മാറി മാറി വരികയും ചെയ്തുകൊണ്ടിരുന്നു. ആർണി ഇത് കണ്ട് ആകെ പേടിച്ച് ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആർണി അവിടെ വീണ് കിടക്കുന്ന ഒരു കത്തിയെടുത്ത് ആ രൂപത്തിനെ കുത്തി 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 നീണ്ടുപോയി കുത്തിക്കുന്നു. ആ സീൻ അവിടെ കട്ടായതിനു ശേഷം ഇപ്പോൾ ആർണി റോഡിലൂടെ നടന്നു പോവുകയാണ്. അവനിപ്പോൾ കണ്ട ഒരു സോംബിയെ പോലെയുണ്ട്. ദേഹമാസകലം ചോരയിൽ കുളിച്ചാണ് അവൻ നടക്കുന്നത്. അപ്പോഴേക്കും ലോറിൻ വിളിച്ചതനുസരിച്ച് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നു. അവന്റെ ദേഹമാസകലം രക്തം കണ്ട പോലീസുകാരൻ പേടിച്ചുപോയി. പെട്ടെന്ന് ആർണി അവന്റെ സാധാരണ സ്ഥിതിയിലേക്ക് വരുന്നു. ഞാൻ ആരെയും ഉപദ്രവിച്ചെന്ന് തോന്നുന്നു എന്ന് അവൻ പറയുന്നു. അങ്ങനെ ആ പോലീസുകാരൻ ആർണിയെ അറസ്റ്റ് ചെയ്യുന്നു. ആ ഷോപ്പ് ഓണർക്ക് 22 തവണ കുത്തേറ്റതായിട്ട് പോലീസുകാർ കണ്ടെത്തുന്നു. 193 വർഷങ്ങൾക്കിടെ ആ സിറ്റിയിൽ നടക്കുന്ന ആദ്യത്തെ കൊലപാതകമാണിത്. ശേഷം ജയിലിലുള്ള ആർണിയെ കാണാൻ വേണ്ടിയിട്ട് എഡും ലോറിനും ഡെബിയും വന്നിരിക്കുകയാണ്. അവർ ആർണിയെ കൊണ്ട് ബൈബിൾ വചനങ്ങൾ ചൊല്ലിപ്പിക്കുന്നു. അവൻ കൃത്യമായിട്ട് അത് ചൊല്ലുകയും ചെയ്യുന്നു. അവന്റെ ശരീരത്തിൽ ആ സമയത്ത് ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ അവന് അങ്ങനെ ചാൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ആ സമയത്ത് നടന്ന കാര്യങ്ങളൊന്നും തനിക്ക് ഓർമ്മയില്ല എന്ന് ആർണി പറയുന്നു. ആ സമയത്ത് തന്റെ ശരീരത്തിൽ എന്തോ ഒരു സാധനം ഉള്ളതുപോലെ, എന്തോ ഒരു ശക്തി ഉള്ളതുപോലെ തനിക്ക് തോന്നിയിരുന്നു എന്നും അവൻ പറയുന്നു. ഡെബിയും അത് തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെ എഡും ലോറിനും കൂടി ആർണിയുടെ വക്കീലിനെ കാണാൻ പോകുന്നു. ആർണിയല്ല ഇതൊന്നും ചെയ്തതെന്നും അവന്റെ ശരീരത്തിൽ കുടിയിരിക്കുന്ന ഡെവിളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അവർ പറയുന്നു. ഡെവിളോ? എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതെങ്ങനെ കോർട്ട് വിശ്വസിക്കും? നിങ്ങൾക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയല്ലേ കോർട്ട് എന്ന് വക്കീൽ പറയുന്നു. കോർട്ടിൽ ഓരോ തവണയും ദൈവത്തെ പിടിച്ചാണ് സാക്ഷികളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നത്. അതായത് കോർട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് സാത്താനിലും ഡെവിളിലും ഒന്നും വിശ്വസിച്ചുകൂടാ എന്ന് എഡ് ചോദിക്കുന്നു. മാത്രമല്ല, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ ഡിന്നറിന് വരൂ. ഞാൻ ഇത്രയും വർഷം ശേഖരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. വിശ്വസിക്കുകയാണെങ്കിൽ ഇവനു വേണ്ടി വാദിച്ചാൽ മതിയെന്ന് എഡ് പറയുന്നു. അങ്ങനെ ആ വക്കീൽ അതിന് സമ്മതിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. തുടർന്ന് അടുത്ത ദിവസം രാവിലെ കോർട്ട് ആർണിയും ആ വക്കീലുമുണ്ട്. ആ വക്കീലിന്റെ മുഖത്ത് നിന്നും നമുക്ക് വായിച്ചെടുക്കാം ഇന്നലെ രാത്രി ഡിന്നറിന് പോയതും അവിടെ വെച്ച് കണ്ട കാര്യങ്ങളും എല്ലാം. അത് സിനിമയിൽ കാണിക്കുന്നില്ല എങ്കിൽ കൂടി നമുക്ക് അവിടെ വ്യക്തമാവുന്നു. അങ്ങനെ ആ വക്കീൽ എന്റെ ക്ലയന്റ് അല്ല ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന സാത്താനാണെന്നുമൊക്കെ ജഡ്ജിനോട് പറയുന്നു. പക്ഷേ ജഡ്ജി ഇതൊന്നും വിശ്വസിക്കുന്ന പോലെയില്ല. അദ്ദേഹത്തിന് ആവശ്യം തെളിവുകളാണ്. അങ്ങനെ ആ വക്കീൽ വന്ന് എഡിനോടും ലോറിനോടും പറയും, എന്തൊക്കെയായാലും തെളിവുകൾ വേണം, കോടതിക്ക് അതാണ് ആവശ്യം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ആർണിക്ക് വലിയ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് വക്കീൽ അവരോട് പറയുന്നു. തെളിവുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോറിനും എഡും തങ്ങൾ റെക്കോർഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും കേൾക്കാൻ തുടങ്ങി. ആ ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ റീകോൾ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ കാണുന്നത്. ഗ്ലാഡ്സെൽ ഫാമിലി റീസെന്റ് ആയിട്ടാണ് ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. അതായത് ആ വീടാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ നമ്മുടെ ഡേവിഡ് ആ വീട്ടിലെ ഓരോ മുറികളും ചുറ്റി നടന്ന് കാണുകയാണ്. അതിനിടയിൽ ഒരു വാട്ടർ ബെഡ് അവൻ കാണുന്നു. അതിന്റെ മുകളിലൂടെ ചാടിയും അതിൻ്റെ അകത്ത് കിടന്നു ഉരുണ്ടും ഒക്കെ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആരോ ആ ബെഡിനുള്ളിൽ ഉള്ളതായിട്ട് അവന് തോന്നുന്നു.
പേടിച്ചുപോയ ഡേവിഡ് ആ കിടക്കയിൽ നിന്നും പതിയെ പിന്നിലേക്ക് വരാൻ തുടങ്ങി. പേടിച്ചരണ്ട അവന്റെ നിലവിളി കേട്ട് എല്ലാവരും ഓടി വരുന്നു. അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും വിശ്വസിക്കുന്നില്ല. സാവധാനത്തിൽ അവനെ ചുറ്റിപ്പറ്റി ഒരുപാട് അമാനുഷിക സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷമാണ് അവരെല്ലാവരും ആ ചെറുക്കൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയതും നമ്മുടെ എഡിനെയും ലോറിനെയും അങ്ങോട്ടേക്ക് വിളിച്ചതും തുടർന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എന്ത് സംഭവിക്കുക എന്നുള്ളത് ഇതിൻ്റെ 2ാമത്തെ പാർട്ടിൽ ഞാൻ പറഞ്ഞുതരാം. പോരെ, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ